ക്രൂശിത വഴിയിലൂടെ 16-ാം ദിനം. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാത്രമായില്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കണം. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയോ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നുമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ സ്നേഹവും കരുണയും ദയയും മറ്റൊരു കാണിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. സ്വന്തം ഇഷ്ടത്തേക്കാൾ പ്രധാനമായി അപ്പൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു മകൻ ക്രിസ്തുവിനെ പോലെ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. ആ ഇഷ്ടം ഗെത്സമനിൽ രക്തം വീർത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ വേദന അനുഭവിച്ചപ്പോഴും, പിലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ചാട്ടവഴികൾ ഏറ്റപ്പെട്ടപ്പോഴും, പരിഹാസിയായി കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും ഒന്നും അവസാനിക്കുന്നതായിരുന്നില്ല. എല്ലാവരും അവനവന് വേണ്ടി മാത്രം ജീവിച്ചപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയും തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച ഈശോ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാം, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നമുക്ക് നിറവേറ്റാം. ഈ നോമ്പ് നമുക്ക് ചൈതന്യമുള്ളതാക്കാം.